നാട്ടിലാകെ നിസാര എയർലൈൻ കമ്പനീസ് ഉള്ളൂ. നാട്ടിലുള്ള കമ്പനീസ് കുറവായതുകൊണ്ടും ഇവരെ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇന്ത്യയുടെ ഒരു ജോബ് വേക്കൻസി എടുത്തിട്ട് അതിൽ ജോബ് റിക്വയർമെൻറ്റ്സ് നോക്കാം. പേരിൽ ആണ് ആൾക്കാർ കൂടുതലും കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ DGCയുടെ ലൈസൻസ് കിട്ടണം. പക്ഷേ എല്ലായിടത്തും അംഗീകരിക്കുന്ന ലൈസൻസാണ് IASയുടെ ലൈസൻസ്. ഈ പ്രോഗ്രാം എടുത്ത് അതിനകത്ത് കമ്മിറ്റ്മെൻറ്റോടുകൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആഫ്റ്റർ നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞോടുകൂടി യു ക്യാൻ ഹാവ് എ കരിയർ. ഹലോ ആൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന് ഏവിയേഷൻ മേഖലയിൽ എന്തൊക്കെയാണ് അവരുടെ ആഫ്റ്റർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നും എങ്ങനെ നമുക്കിത് ചൂസ് ചെയ്യാം, എന്തൊക്കെയാണ് അതിനകത്ത് ഡിഫറൻസ് ഉള്ളതെന്നും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് എംപയർ ഓവർസീസ് എഡ്യൂക്കേഷൻ്റെ CEO ആയ നിതിൻ നോർവർ ആണ്. ഓൾറെഡി പുള്ളി ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം നമുക്ക് പുള്ളിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിനകത്ത് ഓപ്ഷൻസ് ഉള്ളതെന്ന് ചോദിച്ചറിയാം. അപ്പോൾ സാർ പഠിച്ചത് ഏവിയേഷൻ ട്രാൻസ്പോർട്ട് ആണല്ലോ. അപ്പം എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമാണ് ഉള്ളതെന്ന് പറയാമോ? ഏവിയേഷനിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ടറിൽ പറയുമ്പം പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് സെക്ടർ ഉണ്ട്. അതിൽ കുറേ വെറൈറ്റി ഓഫ് ഇപ്പം ഈ എന്താ പറയുക, ക്യാബിൻ ക്രൂ ഒരു റോളാണ്, പൈലറ്റിംഗ് റോളാണ്, എയർ ട്രാഫിക് കൺട്രോളിങ് റോളാണ്, ഗ്രൗണ്ട് ഹാൻഡിലിംഗ് റോളാണ്. അതിന് ഈ ഒരു എയർപോർട്ട് മാനേജ്മെൻറ്റിലുണ്ട്. അതേപോലെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ്, എയർക്രാഫ്റ്റ് ഡിസൈനിങ് ഉണ്ട്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്സ് ഓഫ് ജോബ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏവിയേഷൻ മേഖല എന്ന് പറയുമ്പോൾ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്, വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അപ്പോൾ ഇതിനകത്ത് എക്സാക്ട്ലി ആപ്ലിക്കൻറ്റിന് പോകണം ഉദ്ദേശിക്കുന്ന ആൾക്ക് എന്താ ആവണ്ടേ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു കോഴ്സ് എടുക്കുക. അപ്പോൾ ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും എയർ ട്രാൻസ്പോർട്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ പല കാറ്റഗറി ഉണ്ടല്ലോ. അല്ല, ഇതിൽ പേരിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഈ പേരിൽ ആണ് ആൾക്കാർ കൂടുതലും കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ പേര് നിങ്ങൾ എന്ത് ജോലി, ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എന്ത് ജോബിനെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഇത് കേൾക്കുമ്പോൾ പിള്ളേർ വിചാരിക്കുന്ന ഏവിയേഷൻ മേഖലയിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അതല്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിസൈനിങ് സെക്ടറാണ്. ഹൗ ടു ബിൽഡ് എ ന്യൂ എയർക്രാഫ്റ്റ് എന്നാണ് അതിനകത്തുള്ള, ഹൗ ടു ക്രിയേറ്റ് എ ന്യൂ ഡിസൈൻ ഓഫ് എ ന്യൂ എയർക്രാഫ്റ്റ്. ഇപ്പോൾ A380 ഇപ്പോൾ ഉള്ളൊരു എയർക്രാഫ്റ്റ്, എയർബസ് A380നേക്കാളും നല്ലൊരു എയർക്രാഫ്റ്റ്. ഇപ്പോൾ നമ്മൾ മൊബൈൽസ് അപ്ഡേറ്റ്, പുതിയ മോഡൽസ് വരുന്ന പോലെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ പുതിയ മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ പുതിയൊരു എയർക്രാഫ്റ്റുമേ വലിയ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനീസ് അതുമേ വർക്ക് ചെയ്യുന്നുണ്ട്, പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹൗ ടു ഡിസൈൻ ആൻഡ് എഫിഷ്യൻ്റ് എയർക്രാഫ്റ്റ് എന്നുള്ളതാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതെന്ന് പറയുന്നത് റിസർച്ച് സെക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് സെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എയർബസ്, ബോയിങ് അങ്ങനത്തെ വലിയ കമ്പനീസാണ് എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്ത്യയിൽ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒരു റിസർച്ച് വർക്കാണ്. അപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതിൻ്റെ മാസ്റ്റേഴ്സ് എടുത്ത് അതിന് PhD ഒക്കെ കഴിയുന്ന ആൾക്കാണ് ആ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. ആ ജോലിയിലുള്ള ഓപ്ഷൻസും ജോലി വേക്കൻസീസും വളരെ കുറവുമാണ്. അത്രയും എക്സ്പേർട്ട്ലി ഹൈലി സ്കിൽഡ് പിള്ളേർക്കാണ് ആ ജോലി കിട്ടുള്ളൂ. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാതെയാണ് കൂടുതൽ പിള്ളേരും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കണം. പക്ഷേ അത് പഠിച്ച് പകുതി ആകുമ്പോഴാണ് മനസ്സിലാവണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതലും ജോലി ഇല്ലാത്തത്. മനസ്സിലായി. പിന്നെ എയർക്രാഫ്റ്റ് AME എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത് ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഡിപ്ലോമ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചെറിയ ഇതുണ്ട്. പക്ഷേ ആ മേഖലയിലാണ് കൂടുതൽ നമുക്ക്. ഇപ്പം ഒരു എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് ഏവിയേഷൻ. അപ്പം ആ മേഖല ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം നമുക്ക് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഒരു സ്പാൻ ഓഫ് 30 years ഇപ്പോൾ 4 ഇൻ്റർനാഷണൽ എയർപോർട്ട് കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഏവിയേഷൻ. ഇപ്പം അതിൽ ഇൻഡസ്ട്രിയിൽ ജോലിയുണ്ട്. പക്ഷേ അതിനകത്ത് റോള് മനസ്സിലാക്കാം. എന്താവാനാണ് നിങ്ങൾ പഠിക്കണേ, അത് അനുസരിച്ചുള്ള കോഴ്സ് എടുക്കുക. അപ്പോൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് ഇവിടെ പറയുന്നത് ഇതാണ്. പിന്നെ ജോലി സാധ്യതയുള്ള പൈലറ്റിംഗ് മേഖലയിൽ ജോലി സാധ്യതയുണ്ട്, എയർ ട്രാഫിക് കൺട്രോളിങ്ങും. പക്ഷേ ഒരു എയർപോർട്ട് മൊത്തം എയർ ട്രാഫിക് കൺട്രോളിങ് നിയന്ത്രിക്കാൻ അത്രയും ആൾക്കാർ വേണ്ട. പക്ഷേ ഏറ്റവും കൂടുതൽ ജോലിയുള്ള ഒരു മേഖലയാണ് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ്. എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നത് ഈ AME മേഖലയിലുള്ള ജോലി.
അപ്പം നമുക്കിപ്പോൾ ഇന്ത്യയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്തായാലും ഒരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ എബ്രോഡ് പോകേണ്ടി വരും. അതേ സമയത്ത് എബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ജോലി സാധ്യത ഉണ്ടോ, അതോ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരണോ? എന്താണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ? എയർക്രാഫ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യമാണ് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിൻ്റെ കാര്യമാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ AME പഠിച്ച പിള്ളേർക്ക് ജോലി ഉണ്ട്, ജോലി ഇല്ല എന്നല്ല. പക്ഷേ ഇതും ഒരു ലൈസൻസ്ഡ് ബേസ്, ഇപ്പം നമ്മൾ മെഡിസിൻ്റെ കാര്യം നഴ്സിങ്ങിൻ്റെ കാര്യമൊക്കെ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ലൈസൻസ്ഡ് ബേസ്ഡ് ഒരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ വെഹിക്കിള് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാം. കാരണം അതിനകത്ത് വേറെ പാസഞ്ചേഴ്സ് പോകുന്ന സംഭവമാണ്. അപ്പോൾ അതിനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ഗവൺമെൻറ് തരണം. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. നിങ്ങൾ കാർ എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടി അത് ലൈഫിനും കൂടി അത് ഇതാണ്. അപ്പോൾ ഗവൺമെൻറ് തരണം നിങ്ങൾക്ക് ലൈസൻസ്. വണ്ടി ഓടിക്കാൻ അറിയണത് കൊണ്ട് കാര്യമില്ല, ലൈസൻസ് കിട്ടണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ AME പഠിച്ച് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. നോർമലി ഇവിടെ DGCയുടെ അണ്ടറിൽ നമ്മൾ മൊഡ്യൂൾസ് എഴുതി പാസ്സായി നമ്മൾ കുറേ എന്താ പറയുക, നമ്മുടെ ലോഗ് ബുക്കിൽ വേണ്ടത്ര എക്സ്പീരിയൻസ് ആവണമനുസരിച്ചാണ് നമ്മുടെ ലെവല് കൂടി വരുന്നത്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പഠിച്ചവർക്കും ജോലി കിട്ടും. പക്ഷേ പ്രശ്നം നാട്ടിലാകെ നിസാര എയർലൈൻ കമ്പനീസ് ഉള്ളൂ. നിസാര എയർലൈൻ കമ്പനീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എയർ ഇന്ത്യ, വിസ്താര, 2 ടാറ്റ ഗ്രൂപ്പിൻ്റെയിലാണ്. എയർ ഇന്ത്യ ഒരു ഓൾ ഇൻ്റർനാഷണൽ വലിയൊരു എയർക്രാഫ്റ്റ് കമ്പനിയാണ്. ജെറ്റ് എയർവേസ് ഉണ്ടായിരുന്നു, അതിപ്പോൾ നിലവിലില്ല. പിന്നെ സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ എയർലൈൻസ്. ഇൻഡിഗോ ഒരു വലിയൊരു കമ്പനിയാണെങ്കിൽ കൂടിയും ഇവരിപ്പോഴും ഈ 737 A320 120 പാസഞ്ചർ 130 പാസഞ്ചർ കൊണ്ടുപോകാൻ പറ്റുന്ന എയർക്രാഫ്റ്റ്സ്, അങ്ങനത്തെ സർവീസസ് ഇപ്പോഴും കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് അങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഇത്ര എയർപോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഫ്ലൈറ്റ്സ് കൂടുതലും വരുന്നത് പുറത്തുനിന്നുള്ള ഫ്ലൈറ്റ്സാണ് കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നമ്മളെ ഇവിടെ ജോലി ചെയ്യാനുള്ള ലൈസൻസാണ് നിങ്ങൾ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആകുമ്പോൾ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് കിട്ടണേ. ഇവിടെ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് കമ്പനീസ് ഇവിടെ എയർപോർട്ട് കുറയുണ്ടെങ്കിലും നിങ്ങളുടെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസ് വളരെ കുറവാണ്. ഈ ലൈസൻസ് കൊണ്ട് നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ പറ്റില്ല. അവിടെ വീണ്ടും വേറെ അവിടുത്തെ ലൈസൻസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പഠിച്ച സ്റ്റുഡൻസിന് ഇന്ത്യൻ ലൈസൻസ് ആണ് കിട്ടുകയെന്ന് പറഞ്ഞല്ലോ. യൂറോപ്പിൽ പഠിച്ചവർക്ക് യൂറോപ്യൻ ലൈസൻസ് ആണെന്ന്. അപ്പം ഇന്ത്യയിൽ പഠിച്ച് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ യൂറോപ്പിലോട്ട് പോകണം, ആഫ്റ്റർ സ്റ്റഡീസ് അവർക്ക് അവിടെ ജോബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ എയർക്രാഫ്റ്റൊക്കെ കൂടുതൽ മെയിൻ്റനൻസ് നടക്കുന്നത്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിൻ്റെ മേഖലയിൽ നമുക്ക് ഈ നോർമലി പറയുമ്പോൾ ഇന്ത്യയുടെ ലൈസൻസിൽ ഉള്ള ആൾക്ക് പുറത്ത് ലൈസൻസ് എടുക്കാം. പക്ഷേ ഇന്ത്യൻ ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ടഫ് അഫെയറാണ്. കാരണം നമ്മളൊരു ഡിപ്ലോമ പ്രോഗ്രാം പഠിക്കുന്നു, 3 വർഷം ഡിപ്ലോമ പ്രോഗ്രാം പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് എക്സ്പീരിയൻസും കൂടി മാറ്റർ ചെയ്യും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടാനായിട്ട്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ലൈസൻസ് കിട്ടില്ല. നിങ്ങൾക്ക് മൊഡ്യൂൾ എഴുതി തിയറി മാത്രം പാസ്സായതുകൊണ്ട് ഒരിക്കലും ഏവിയേഷൻ പൈലറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലൈയിങ് ഹൗസ് വേണം. അതേപോലെ തന്നെ ഏവിയേഷൻ എയർക്രാഫ്റ്റ് മേഖലയിലായാലും നിങ്ങൾക്ക് അതനുസരിച്ചുള്ള എക്സ്പീരിയൻസ് വേണം. അപ്പോൾ കുറേ സ്റ്റുഡൻസ് ഇത് പഠിക്കുകയും എക്സ്പീരിയൻസ് അത്രയും ഹൈ ഡിമാൻഡ് ആയതുകൊണ്ടും നാട്ടിലുള്ള കമ്പനീസ് കുറവായതുകൊണ്ടും ഇവരെ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. സാലറി ഇല്ലാതെയും വളരെ തുച്ഛമായ സാലറിയിലാണ് ഇവിടെ പിള്ളേർ ആദ്യം ഇനീഷ്യൽ ഇയേഴ്സിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ കമ്പനി നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്. പക്ഷെ ഒരു കുട്ടിക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ലൈസൻസ് എടുക്കാം. യൂറോപ്യൻ യൂണിയൻ ലൈസൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈസൻസ് നിങ്ങൾക്ക് വേൾഡ് വൈഡ് ഒരു മാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും റെക്കഗ്നൈസ്ഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ കോഴ്സ് സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യാം. ജോബ് സെർച്ച് ചെയ്തിട്ട് എന്താണോ നിങ്ങൾക്ക് ആവേണ്ടത് അവരുടെ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കുക. റിക്വയർമെൻറ്റ്സിൽ എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് ന്യൂയോർക്കിൽ വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് ദുബായ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓക്ലൻഡിലോ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യണം. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കുക, എന്നിട്ട് അത് പഠിക്കുക. എന്നാലേ നിങ്ങൾക്ക് ജോലി എളുപ്പത്തിൽ കിട്ടുള്ളൂ. എന്തെങ്ങാണ്ടൊക്കെ പഠിച്ച് നമ്മൾ ഓടിപ്പോയിട്ട് ജോലി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളിപ്പോൾ കോഴ്സ് സെർച്ച് അല്ല ചെയ്യേണ്ടത് സ്റ്റുഡൻസ്. ഇപ്പോൾ അതിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ചെയ്യേണ്ടത് ജോബ് സെർച്ചാണ്. അപ്പോൾ ഇൻഡസ്ട്രി മനസ്സിലാവും, അതനുസരിച്ച് തിരഞ്ഞെടുക്കുക. യൂറോപ്യൻ യൂണിയനിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇയാസ ലൈസൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇയാസ ലൈസൻസ് വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആണ്. നിങ്ങൾ എമിറേറ്റ്സിൻ്റെ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ വേക്കൻസി എടുത്ത് നോക്കുക, അതിനകത്ത് റിക്വയർമെൻ്റ് ആണ് നോക്കുക. ഖത്തർ എയർവേസിൻ്റെ നോക്കി നോക്കുക. ഈവൻ ഏവിയേഷൻ കോളേജസ് ഉണ്ട് ഈ പറഞ്ഞ എയർലൈൻ കമ്പനീസിന്. ഇപ്പോൾ എമിറേറ്റ്സിനും ഉണ്ട്, ഖത്തറിനും ഉണ്ട്. ഈ 2 ഏവിയേഷൻ കമ്പനീസിനും എമിറേറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ഖത്തർ ഏവിയേഷൻ കോളേജ്. അവരും കൊടുക്കുന്ന ട്രെയിനിങ് ഇയാസയുടെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ DGCയുടെ ലൈസൻസ് കിട്ടണേ. അപ്പോൾ DGCയുടെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന കമ്പനീസിലാണ് ഓപ്പർച്യൂണിറ്റീസ്. വിദേശത്ത് പഠിക്കുന്ന എല്ലാ രാജ്യത്തിനും
അതാത് കൺട്രീസിൻ്റെ ലൈസൻസ് ഉണ്ട്, പക്ഷേ എല്ലായിടത്തും അംഗീകരിക്കുന്ന ലൈസൻസാണ് ഇയാസയുടെ ലൈസൻസ്. ഇവരുടെ ലൈസൻസാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ജോബ് സെർച്ച് ചെയ്യാം. ജോബ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ റിക്വയർമെൻറ്റ് നോക്കുമ്പോൾ ഇയാസയുടെ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇന്ത്യയുടെ ഒരു ജോബ് വേക്കൻസി എടുത്തിട്ട് അതിൽ ജോബ് റിക്വയർമെൻറ്റ്സ് നോക്കുക. ദുബായിൽ, എമിറേറ്റ്സിൽ, അല്ലെങ്കിൽ ഖത്തർ എയർവേസ്, അവരുടെയും ജോബ് ഡിസ്ക്രിപ്ഷനിൽ ജോബ് റിക്വയർമെൻറ്റ്സ് നോക്കുമ്പോൾ അവരും ഡിമാൻഡ് ചോദിക്കുന്നത് ഇയാസയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് നോക്കി നോക്കാം. ഇപ്പോൾ എമിറേറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അത് എമിറേറ്റ്സിൻ്റെ സ്വന്തം ഏവിയേഷൻ സ്കൂളാണ്. അതുപോലെ ഖത്തർ ഏവിയേഷൻ കോളേജ് ഉണ്ട്, അത് ഖത്തർ എയർവേസിൻ്റെ സ്വന്തം ഏവിയേഷൻ സ്കൂളാണ്. അവരും പഠിപ്പിക്കുന്നത് ഇയാസ ലൈസൻസാണ്. കാരണം ഈ ലൈസൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻ, നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രിയിൽ സെറ്റിൽ ആവാനായിട്ട് ആ കൺട്രിയുടെ പഠിച്ചാൽ മതി. ഒരു ഗ്ലോബൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഏവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സർവീസ് വേറെ വേറെ കൺട്രീസിലേക്ക്, വേറെ വേറെ കോണ്ടിനെൻസിലേക്കാണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് ആണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ, എവിടെയും വർക്ക് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് ആണെങ്കിൽ, ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ലൈസൻസാണ് ഇയാസയുടെ ലൈസൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എമിറേറ്റ്സിലും ഖത്തറിലും വരെ പഠിപ്പിക്കുന്നത് ഇയാസയുടെ മൊഡ്യൂൾസാണ് അവർ ട്രെയിനിങ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അവരുടെ സൈറ്റ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് രണ്ട് രീതിയിൽ, നിങ്ങൾക്ക് അതിനകത്ത് പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ലൈൻ മെയിൻ്റനൻസ് ഉണ്ട്, എ കാറ്റഗറി, ബേസ് മെയിൻ്റനൻസ് ബി കാറ്റഗറി, പിന്നെ സി കാറ്റഗറി, അത് സീനിയർ പൊസിഷനാണ്. അപ്പം ലൈസൻസ് കിട്ടാനായിട്ട് നോർമലി ചെയ്യേണ്ടത് ഡിഗ്രി അല്ല ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഒരു 12 മൊഡ്യൂൾസ് വേണം, 12 to 13 മൊഡ്യൂൾസ് വേണം. ഡിപ്പെൻസ് ഓൺ ഏവിയോണിക്സ് ആണോ, മെയിൻ്റനൻസ് ആണോ, മെക്കാനിക്കലാണോ നോക്കിയിട്ട് ഡിഫറെൻറ്റ് അതനുസരിച്ച് ഒരു 12 to 13 മൊഡ്യൂൾസ് വേണം. അതാണ് തിയറി പാർട്ട്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പനിയിൽ ഒരു ഏവിയേഷൻ എയർക്രാഫ്റ്റിൻ്റെ ഒരു വലിയൊരു മെഷീനാണ് ഈ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. കുറേ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ലാൻഡിങ് ഗിയർ ഉണ്ട്, എഞ്ചിൻ ഉണ്ട്, ഇൻറ്റീരിയർ ഉണ്ട്, കോക്പിറ്റ് ഉണ്ട്, ഷീറ്റ് മെറ്റീരിയൽ ഉണ്ട്, കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ മേഖലയിലും വർക്ക് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ലൈസൻസ് നിങ്ങളുടെ ലോഗ് ബുക്കിൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ആവണമനുസരിച്ചാണ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ലൈസൻസ്, ഒരു ഫസ്റ്റ് ലെവൽ ലൈസൻസ് ഇപ്പം കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ പാർട്ട്. പക്ഷേ യൂറോപ്പിനകത്ത് ഇപ്പം ലാറ്റ്വിയ പോലത്തുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രിയുടെ കൂടെ ഈ മൊഡ്യൂൾസ് പഠിക്കാനും ഒരു ഡിഗ്രിയും കൂടി കിട്ടാൻ ഒരു 4 year ബാച്ചിലേഴ്സ് പ്രോഗ്രാം. ഇപ്പോൾ ലാറ്റ്വിയയിലെ റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഏവിയേഷൻ ട്രാൻസ്പോർട്ട്, TSI യൂണിവേഴ്സിറ്റിയിലെ ഏവിയേഷൻ ട്രാൻസ്പോർട്ട് എക്സാക്ട്ലി ഈ ഒരു പ്രോഗ്രാമിനാണ് ട്രെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 4 year ഡിഗ്രിയും കിട്ടും, സെയിം ടൈം യു വിൽ ബി പ്രിപ്പയർഡ് ഫോർ ദ മൊഡ്യൂൾസ്. ഈ 2 പ്രോഗ്രാമിൽ അതിൻ്റെ കൂടെ തന്നെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വർക്ക് എക്സ്പീരിയൻസോട് കൂടി നിങ്ങൾക്ക് പഠിച്ചിറങ്ങാനും പറ്റും. അപ്പം ആ ഇൻറ്റേൺഷിപ്പ് ടൈമിൽ നിങ്ങൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി സാധ്യതയും എന്താ പറയുക, നിങ്ങൾക്ക് അവിടെ സെറ്റിലാവാനുള്ള ആസ് എ മെക്കാനിക്, സ്റ്റാർട്ട് ആസ് എ മെക്കാനിക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ത്രൂ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ. അപ്പം സാറിൻ്റെ കോൺസെപ്റ്റ് വെച്ച് കറൻറ്റ് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പം ഇന്ത്യയിൽ പഠിക്കുന്നതാണോ അതോ എബ്രോഡ് പഠിക്കുന്നതാണോ ഏവിയേഷൻ മേഖലയ്ക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻ്റർനാഷണൽ സർവീസാണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കുകയായിരിക്കും നല്ലത്. അതിൽ ഏറ്റവും ബെസ്റ്റ് യൂറോപ്പിൽ നിന്ന് ചെയ്യായിരിക്കും. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ ലൈസൻസ് വേൾഡിലെല്ലാ കോണ്ടിനെൻസിലും ഇതാണ് റിക്വയർമെൻറ്റ്, ഇത് മതി എന്നുള്ള രീതിയിലാണ് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിൽ പഠിച്ചാൽ പെട്ടെന്ന് പിന്നെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനിയിലും അപ്ലൈ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് ഈ ഏവിയേഷൻ ഇത്ര വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അതിൽ ഇഷ്ടംപോലെ ജോലി സാധ്യതയുണ്ട്. പക്ഷേ കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ജോലി കിട്ടാത്ത ആൾക്കാർക്ക്. റൈറ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂറോപ്പിൽ പോയി ഇവിടെ നിന്ന് നമുക്ക് ഈ ആസം മൊഡ്യൂൾസ് ചെയ്യാം. ഇവിടെ നിന്ന് നാട്ടിൽ നിന്നും നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത +2 പോലും ഇല്ലാണ്ട് 10ാം ക്ലാസ് മാത്രം മതി ഈ ആസം മൊഡ്യൂൾസ് ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്. പക്ഷേ യൂറോപ്പിലാകുമ്പോൾ എന്താ അഡ്വാൻറ്റേജ്, നിങ്ങൾക്കൊരു ഡിഗ്രി ഇപ്പോൾ ഈ പറഞ്ഞ പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും, എക്സ്പീരിയൻസും കിട്ടും, മൊഡ്യൂൾസും പാരലിൽ എഴുതാം. പിന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു ഇൻറ്റേണായിട്ടോ ഒരു അപ്രൻറ്റീസായിട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വർക്ക് എക്സ്പീരിയൻസ് ആവും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ യൂറോപ്പിൽ പഠിക്കുകയായിരിക്കും. സെക്കൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കോഴ്സ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ദുബായിലോ ഖത്തറിലോ UK പഠിക്കണമെങ്കിൽ ഇയാസ ലൈസൻസ്, ഇയാസ ബേസിക് ട്രെയിനിങ് എടുക്കണമെങ്കിൽ 35 ലക്ഷം 45 ലക്ഷമൊക്കെയാണ് അവരുടെ ട്യൂഷൻ ഫീ. അത് നമുക്ക് 3 ലക്ഷം പെർ ഇയർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ലാറ്റ്വിയയിൽ പഠിക്കാം. അപ്പോൾ ഒരു 10 times ചീപ്പറായിട്ട് നിങ്ങൾക്ക് എവിടെ പഠിക്കാം, ലാറ്റ്വിയയിൽ പഠിക്കാം. അപ്പോൾ ലാറ്റ്വിയയിൽ പഠിച്ചാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈസൻസ് കിട്ടുന്നത് ഇയാസയുടെയാണ്. അപ്പം നിങ്ങൾക്ക് വേൾഡ് വൈഡ് അത് യൂസ് ചെയ്യാനും പറ്റും.
അപ്പം എബ്രോഡ് പഠിച്ചു കഴിഞ്ഞാൽ EASA ലൈസൻസ് കിട്ടാനായിട്ട് എത്ര ടൈം എടുക്കും? പിന്നെ അവരുടെ ആഫ്റ്റർ സ്റ്റഡീസ് ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജോലി സാധ്യതയൊക്കെ എങ്ങനെയാണ്? പിന്നെ അവരുടെ സാലറി സ്കെയിലൊക്കെ എങ്ങനെയാണെന്ന് പറയാമോ? EASA ലൈസൻസ് നമുക്ക് ബേസിക് ട്രെയിനിങ് ഉള്ള ഒരു ഇതിൽ നിന്നാണ് നമ്മൾ ബാച്ചിലേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേസിക് ട്രെയിനിങ് EASA പാർട്ട് 147 ട്രെയിനിങ് ഓർഗനൈസേഷൻ്റെ അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ബാച്ച് ഈ ഏവിയേഷൻ ട്രാൻസ്പോർട്ട് പോലത്തെ പ്രോഗ്രാം ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് വേണം. നിങ്ങൾക്ക് ലൈസൻസ് യൂണിവേഴ്സിറ്റി അല്ല തരണേ. അപ്പോൾ ബേസിക് ട്രെയിനിങ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബാക്കിയുള്ളവർക്ക് 5 വർഷം വർക്ക് എക്സ്പീരിയൻസ് വേണ്ടിടത്ത് നിങ്ങൾക്ക് 2 വർഷം വർക്ക് എക്സ്പീരിയൻസ് മതി. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഏത് മേഖലയിലുള്ളവർക്കും EASA ലൈസൻസ് എടുക്കാം. ഇപ്പോൾ എഞ്ചിനീയർ, മെക്കാനിക്കൽ കഴിഞ്ഞ പിള്ളേർ, ഇലക്ട്രിക്കൽ കഴിഞ്ഞ പിള്ളേർക്കൊക്കെ ഏവിയേഷൻ എടുക്കാം. പക്ഷേ EASA ബേസിക് ട്രെയിനിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ RTU, TSI ഇത് രണ്ടും EASA പാർട്ട് 147 ട്രെയിനിങ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവിടുന്ന് നിങ്ങൾ പഠിച്ച് ഈ മോഡ്യൂൾ എഴുതി പാസ്സായി നിങ്ങൾ ആസ് എൻ ഇൻറ്റേൺ കയറി നിങ്ങൾക്ക് 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി ലൈസൻസ് കിട്ടും. ലൈൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എയർക്രാഫ്റ്റ് വന്ന് ഓരോ ഇത് കഴിയുമ്പോഴും ഓരോ ഫ്ലൈയിങ് കഴിയുമ്പോഴും അവർ എയർവർത്തിയാണ് അപ്രൂവ് ചെയ്യണം. അപ്പം എല്ലാ ട്രാൻസിറ്റിലും ഈ എയർവർത്തിയാണ് ചെക്ക് ചെയ്യണതാണ് ഈ ലൈൻ മെയിൻ്റനൻസ്. പിന്നെ ബേസ് മെയിൻ്റനൻസ് നമ്മൾ വണ്ടികളെ സർവീസ് ചെയ്യുന്ന പോലെ തന്നെ ഈ എയർക്രാഫ്റ്റിനും റെഗുലർ സർവീസസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതാണ് ബേസ് മെയിൻ്റനൻസ്. അപ്പോൾ ഇച്ചിരി കൂടി ഹയർ കാറ്റഗറി. അപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞ് 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 2 ഇയർ മേ ബി അത് ഞാൻ പറയും ലോഗ് ബുക്കിൽ നിങ്ങൾ എല്ലാ മേഖലയും എത്തുക എന്നുള്ളതാണ്. ഇത്ര അവർ ഇന്ന മേഖലയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എഞ്ചിനിൽ ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്തു. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ സീറ്റും കാർപ്പറ്റും ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ 2 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാം റൊട്ടേറ്റ് ചെയ്ത് എല്ലാ മേഖലയിലും എത്താം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 2 വർഷം വർക്ക് ചെയ്തുകൊണ്ട് മാത്രം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ലോഗ് ബുക്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കയറുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ അതോടെ നിന്ന് B കാറ്റഗറി കിട്ടും. B1 ഉം B2 ഉണ്ട്. അതേ എഞ്ചിനീയറിംഗും ഉണ്ട്, മെക്കാനിക്കൽ സൈഡും ഉണ്ട്, ഏവിയോണിക്സും ഉണ്ട്. ഒരു 2 ഇയേഴ്സ് അങ്ങനെ നിൽക്കണം. വീണ്ടും ആ മേഖലയിൽ കുറേ ലോഗ് ബുക്കിൽ വർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നതനുസരിച്ചാണ് നിങ്ങൾ C കാറ്റഗറി എഞ്ചിനീയർ ആവുന്നത്. അപ്പോൾ അങ്ങനെ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിനനുസരിച്ചിരിക്കും. പക്ഷേ യു ക്യാൻ സ്റ്റാർട്ട് ആസ് എൻ ടെക്നീഷ്യൻ ഓർ എൻ മെക്കാനിക്. പതുക്കെ നിങ്ങളുടെ ലോഗ് ബുക്കിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ലൈസൻസുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ രീതി. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ എയർക്രാഫ്റ്റുമ്പോൾ ടൈപ്പ് ട്രെയിനിങ്ങും ചെയ്യണം. ഇപ്പോൾ സൈക്കിളും ഇരുചക്ര വാഹനമാണ്, ഹാർലി ഡേവിഡ്സൺ ഇരുചക്ര വാഹനമാണ്. അപ്പം എയർക്രാഫ്റ്റും അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ചെറിയ എയർക്രാഫ്റ്റും ഉണ്ട്, വലിയ എയർക്രാഫ്റ്റും ഉണ്ട്. അപ്പോൾ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ നമ്മൾ ഒരു പെർട്ടിക്കുലർ എയർക്രാഫ്റ്റിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആവാന്നുള്ളതാണ് ടൈപ്പ് ട്രെയിനിങ്. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് വരണ പോലെയാണ്. യൂറോപ്പിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മേഖല യൂറോപ്പിലല്ല വേൾഡ് വൈഡ് ഏറ്റവും ഭയങ്കര ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എല്ലാവരും ഈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഈവൻ പാസഞ്ചർ ട്രാവൽ ചെയ്യാനായാലും ഗുഡ്സിനായാലും ഇപ്പം യൂസ് ചെയ്യുന്ന എയർ ട്രാഫിക്കാണ്. ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മെക്കാനിക്സിന് ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാനോ എഞ്ചിനീയേഴ്സിന് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ഡിവൈസ്, ഒരു പെൻ ഡ്രൈവ് എത്തിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല എയർക്രാഫ്റ്റ്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ജോലി സാധ്യത കുറയാനൊരു സാധ്യതയും കാണുന്നില്ല. പ്രോപ്പർലി ക്വാളിഫൈഡ് ആവാന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ. അപ്പം ഇന്ത്യ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിനും യൂറോപ്പിൽ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിനും എങ്ങനെയാണ് അവരുടെ സാലറിയിലുള്ള ഡിഫറൻസ് വരുന്നത്? യൂറോപ്പ് നിങ്ങൾ ഏത് കമ്പനിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് കമ്പനിയിൽ ജോലി ചെയ്യാന്നുള്ളതാണ്. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാൻഡ്ഫുൾ ഓഫ് കമ്പനീസ് ഉള്ളൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇന്ത്യൻ കമ്പനീസ് ആയതുകൊണ്ട് ആ ലെവൽ ഓഫ് സാലറി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ കോമ്പറ്റീഷനും ഉണ്ട്, അതനുസരിച്ചുള്ള എക്സ്പ്ലോയിറ്റേഷൻ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് ലോകത്തെ ഏത് കമ്പനീസിലും, നിങ്ങൾക്ക് അമേരിക്കൻ എയർലൈൻസിലോ യൂറോപ്പിലെ ഏത് മേജർ ഇപ്പോൾ എയർ ഫ്രാൻസിലോ KLM റോയൽ ഡച്ചിലോ ലുഫ്താൻസിലോ അല്ലാത്തതിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺട്രി അനുസരിച്ചാണ് നിങ്ങളുടെ സാലറി വരുന്നത്. പക്ഷേ ഒരു EASA ലൈസൻസ്ഡ് എഞ്ചിനീയറിന് എന്ത് സാലറി കിട്ടും എന്നുള്ളത് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യാം. വീണ്ടും ഞാൻ പറയുന്ന ഡേറ്റയിൽ നിങ്ങൾ പോകണ്ട. എവ്രിബഡി ഹാവ് ആക്സസ് ടു ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാം. നേരത്തെ പോലെ ജോബ് റിക്വയർമെൻറ്റ്സ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സാലറി പേ സ്കെയിൽ എന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ സ്മാർട്ടാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായുള്ള കുട്ടികളാണ്, വണ്ടികളോടും മെഷീൻസിനോടും സ്നേഹമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രോഗ്രാം എടുക്കാം. ഈ പ്രോഗ്രാം എടുത്ത് അതിനകത്ത് കമ്മിറ്റ്മെൻറ്റോടുകൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആഫ്റ്റർ നിങ്ങളുടെ പഠിത്തം കഴിയുന്നതോടുകൂടി യു ക്യാൻ ഹാവ് എ കരിയർ. അത്
ഇതും ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഇല്ല. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഏവിയേഷൻ മേഖലയെ പറ്റിയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു.